ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമുക്കിന്ന് കുറച്ച് പൂരി ഉണ്ടാക്കാം. ഞാൻ പൂരിക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന നമ്മൾക്ക് തന്നെയാണ് പൂരിക്കും കുഴയ്ക്കേണ്ടത്. എന്നിട്ട് കുറച്ച് എണ്ണയൊക്കെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെറിയ പൂരി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ചെറുതായിട്ട് ഞാൻ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ചെറുതായിട്ട് ഞാൻ പരത്തി വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഇച്ചിരി പൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കേട്ടോ. അപ്പോൾ അത് വിട്ടൊന്നും ഒട്ടിയൊന്നും പിടിക്കത്തില്ല, വിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ പൂരി ഇടുന്നത് എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരും. നമ്മൾ കയ്യിലൊക്കെ ചിലർക്കൊക്കെ പൂരി ഇടുമ്പോൾ കയ്യിൽ എണ്ണ തെറിക്കും, അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ എങ്ങനെയായിരുന്നെന്നറിയാൻ കാണിച്ചു തരാവേ. ഞാനിങ്ങനത്തെ ഒരു സ്പൂണുണ്ട്, ഇങ്ങനത്തെ ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ, ഇപ്പം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്, ഞാനിങ്ങനെ കമ്മത്തും. അപ്പം നമ്മുടെ കയ്യിലൊന്നും എണ്ണ തെറിക്കത്തില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രമാണ് വെച്ചേക്കുന്നത് കേട്ടോ, പൂരി ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ വലുതായിട്ട് വെക്കാം. ഞാൻ ഇപ്പോൾ ചെറുതാണ് വെച്ചത്. അപ്പോൾ എണ്ണ കുറവ് മതി. ചെറിയ പാത്രം വെക്കുവാണെങ്കിൽ എണ്ണ കുറവ് മതി. വലിയ പാത്രമാകുമ്പോൾ നമ്മൾ എണ്ണ കൂടുതൽ എടുക്കേണ്ടി വരും. നമ്മൾ കുറച്ച് അംഗങ്ങളുള്ളപ്പോൾ നമ്മൾ ചെറിയ പാത്രം വെക്കുന്നതാണ് നല്ലത്. നമുക്ക് കുറച്ച് എണ്ണയിൽ സാധനം ഉണ്ടാക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കാതിരിക്കണം നല്ലത്. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഇതിൽ തന്നെ അതിൻ്റെ എണ്ണ കളയാം. അപ്പോൾ രണ്ടാമതും നമ്മളിങ്ങനെ തന്നെ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് രണ്ടാമത് ഇടാൻ പാകത്തിന്. ഞാൻ അട്ടയ്ക്കകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് ഇടുന്ന പോലെ തന്നെ ഉപ്പും ഒഴിച്ച് സാധാരണ വെള്ളത്തിലാണ് ഉണ്ടാക്കിയേക്കണത്. ചൂടുവെള്ളമൊന്നും ഒഴിച്ചില്ല. എന്നിട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് മുകളിലേക്ക്. നല്ല മയമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ എണ്ണയൊന്നും തെറിക്കാതെ ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുവാണെങ്കിൽ പാകത്തിനാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ പൂരി ട്രൈ ചെയ്യണം കേട്ടോ. പൂരി ഉണ്ടാക്കണം. ഒന്നും നല്ലതാണ്. ഇടയ്ക്കൊക്കെ പിള്ളേർക്കൊരു ചേഞ്ചസിന് നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.